IPL ചരിത്രത്തിൽ പല വെടിക്കെട്ട് ഇന്നിംഗ്സുകൾക്കും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ 2026 സീസണിലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വൈഭവ് സൂര്യവംശി പുറത്തെടുത്ത പ്രകടനം ക്രിക്കറ്റിന്റെ എല്ലാ സമവാക്യങ്ങളെയും തിരുത്തി കുറിക്കുന്നതായിരുന്നു. ഇത് വെറുമൊരു ബാറ്റിംഗ് പ്രകടനമല്ല, മറിച്ച് ക്രീസിൽ ഒരു മനുഷ്യന് അസാധ്യമായ വേഗതയിൽ റൺസ് അടിച്ചുകൂട്ടുന്ന ഒരു പ്രതിഭാസത്തിനാണ് ജയ്പൂർ സാക്ഷ്യം വഹിച്ചത്. സൺറൈസേഴ്സിന്റെ കരുത്തുറ്റ ബോളിംഗ് നിരയെ നിഷ്പ്രഭമാക്കി വെറും 36 പന്തിലാണ് വൈഭവ് തന്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. 37 പന്തിൽ 12 സിക്സറുകളും 5 ഫോറുകളും അടക്കം 103 റൺസ് നേടിയാണ് താരം മടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ 35 പന്തിൽ സെഞ്ചുറി നേടി ലോകത്തെ ഞെട്ടിച്ച വൈഭവ് ഇത്തവണയും തന്നെ ആക്രമണപരമായ ശൈലിയിൽ മാറ്റമില്ലെന്ന് തെളിയിച്ചു. ബൗളർമാർ ആരെന്നതല്ല, പന്തിന്റെ വേഗത എത്രയെന്നതുമല്ല, തന്റെ ബാറ്റിനു മുന്നിൽ സകലതും അതിരുകൾ കടക്കുമെന്ന വൈഭവിന്റെ ആത്മവിശ്വാസമാണ് ഇന്ന് ഹൈദരാബാദിനെ തകർത്തെറിഞ്ഞത്. വൈഭവിന്റെ ഈ ഭ്രാന്തൻ ഇന്നിംഗ്സ് IPLലെ ഏറ്റവും വലിയ പവർ ഹിറ്റിംഗ് പ്രകടനങ്ങളിലൊന്നായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ക്രിക്കറ്റിൽ ഒരു കളിക്കാരന്റെ മികവ് അളക്കുന്നത് അവർ മൈതാനത്ത് കാണിക്കുന്ന പോരാട്ട വീര്യം കൊണ്ടുകൂടിയാണ്. വൈഭവ് സൂര്യവംശിയെ സംബന്ധിച്ചിടത്തോളം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ഈ മത്സരം വെറുമൊരു പോരാട്ടമായിരുന്നില്ല, മറിച്ച് തന്റെ കരിയറിലെ ഒരു ചെറിയ കറ കഴുകിക്കളയാനുള്ള അവസരമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന മത്സരത്തിൽ ഹൈദരാബാദിന്റെ യുവ പേസർ പ്രഫുൽ ഹെൻഗെ വൈഭവിനെ ഡക്കിന് പുറത്താക്കിയിരുന്നു. തന്റെ IPL അരങ്ങേറ്റം വൈഭവിനെ പോലെ ഒരു മികച്ച താരത്തിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് ആഘോഷിക്കാൻ ഹെൻഗെയ്ക്ക് അന്ന് സാധിച്ചു. ബുംറയെയും ബോൾട്ടിനെയും പോലെയുള്ള ലോകോത്തര ബോളർമാരെ അനായാസം നേരിടുന്ന വൈഭവിന് അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ ജയ്പൂരിലെ സ്വന്തം തട്ടകത്തിൽ ആ നാണക്കേടിന് വൈഭവ് പലിശ സഹിതം മറുപടി നൽകി. ഹെൻഗെയുടെ ആദ്യ ഓവറിൽ തന്നെ 4 തവണയാണ് വൈഭവ് പന്ത് ഗാലറിയിൽ എത്തിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ പുറത്താക്കിയ അതേ ബൗളറെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് വൈഭവ് നടത്തിയ ഈ ആക്രമണം കാണികളെ ആവേശത്തിലാഴ്ത്തി. ഒരു യുവ ബൗളറെ സംബന്ധിച്ചിടത്തോളം തന്റെ ഓവറിൽ തുടർച്ചയായി സിക്സറുകൾ വഴങ്ങുന്നത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഹെൻഗെയ്ക്ക് തന്റെ വിക്കറ്റ് ആഘോഷിക്കാൻ അവകാശമുണ്ടായിരുന്നുവെന്ന് പറയുന്നവർ പോലും ദിവസങ്ങൾക്കപ്പുറം വൈഭവ് നൽകി മറുപടി കണ്ട് അമ്പരന്നുപോയി. വെറും വാശിയല്ല, മറിച്ച് തന്റെ ബാറ്റിംഗ് മികവ് കൊണ്ടാണ് താൻ ബൗളർമാരെ കീഴ്പ്പെടുത്തുന്നതെന്ന് വൈഭവ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ബുംറയെയും ഹേസൽവുഡിനെയും അട്ടം പറത്തിയ വൈഭവിന് ഹെൻഗെ ഒരു വലിയ വെല്ലുവിളിയല്ലെന്ന് ഓരോ സിക്സറിലൂടെയും താരം വെളിപ്പെടുത്തി. വെറുമൊരു സെഞ്ചുറി എന്നതിലുപരി ഒരു ബൗളിംഗ് നിരയെ മാനസികമായി തകർക്കുന്ന പ്രകടനമാണ് വൈഭവ് സൂര്യവംശി അന്ന് പുറത്തെടുത്തത്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഫീൽഡർമാരെ വെറും കാഴ്ചക്കാരാക്കി മാറ്റിയ ആ ഇന്നിംഗ്സിലെ ഓരോ പന്തും ആവേശത്തിന്റെ കൊടുമുടിയായിരുന്നു. തന്റെ ഇന്നിംഗ്സിൽ 12 കൂറ്റൻ സിക്സറുകളാണ് വൈഭവ് പറത്തിയത്. 5 ഫോറുകൾ കൂടി ചേർന്നപ്പോൾ വൈഭവ് നേടിയ 103 റൺസിൽ 92 റൺസും പിറന്നത് അതിരുകൾക്ക് പുറത്തു നിന്നാണ്. വെറും 37 പന്തിൽ നിന്നാണ് ഈ സ്കോർ അദ്ദേഹം അടിച്ചെടുത്തത്. 36 പന്തിൽ സെഞ്ചുറി തികച്ച വൈഭവ് IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറികളിലൊന്ന് തന്റെ പേരിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ സീസണിൽ 35 പന്തിൽ സെഞ്ചുറി നേടി റെക്കോർഡ് സ്ഥാപിച്ച വൈഭവ് വീണ്ടും കായിക ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. വൈഭവിന്റെ ഈ വന്യമായ ബാറ്റിംഗ് മികവിൽ 14 ഓവർ പിന്നിടുമ്പോൾ തന്നെ 3 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എന്ന അതിശയകരമായ നിലയിലേക്ക് ടീം എത്തി. മറുവശത്ത് 51 റൺസുമായി ധ്രുവ് ജൂറൽ നൽകിയ ഉറച്ച പിന്തുണ വൈഭവിനെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സഹായിച്ചു. 103 റൺസ് അടുത്ത് വൈഭവ് മടങ്ങുമ്പോഴും ഹൈദരാബാദിന്റെ പ്രധാന ബൗളർമാരെ എല്ലാം ഇക്കണോമി റേറ്റ് കുത്തനെ ഉയർന്നിരുന്നു. പവർ പ്ലേയിലും മിഡിൽ ഓവറുകളിലും ഒരുപോലെ ആക്രമണം അഴിച്ചുവിട്ട വൈഭവ് T20 ക്രിക്കറ്റിൽ ആകാശമാണ് അതിരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ഹൈദരാബാദിനെതിരെയുള്ള ഈ സെഞ്ചുറി വൈഭവ് സൂര്യവംശിയെ വ്യക്തിഗത നേട്ടങ്ങളിലും പട്ടികയിലും മുൻനിരയിൽ എത്തിച്ചിരിക്കുകയാണ്. IPLലെ ഏറ്റവും മൂല്യമുള്ള പുരസ്കാരങ്ങളിലൊന്നായ ഓറഞ്ച് ക്യാപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇതോടെ ആവേശകരമായ ഘട്ടത്തിലേക്ക് കടന്നു. ഈ മിന്നും പ്രകടനത്തോടെ സീസണിലെ റൺവേട്ടക്കാരുടെ പട്ടികയിൽ വൈഭവ് രണ്ടാമതെത്തി. കളിച്ച 7 മത്സരങ്ങളിൽ നിന്നായി 330 റൺസാണ് വൈഭവ് ഇതുവരെ അടിച്ചുകൂട്ടിയത്. നിലവിൽ 357 റൺസുമായി ലക്നൗ സൂപ്പർ ജയൻസ് നായകൻ KL രാഹുലാണ് ഓറഞ്ച് ക്യാപ്പ് കൈവശം വെച്ചിരിക്കുന്നത്. എന്നാൽ വൈഭവിന്റെ നിലവിലത്തെ ഫോം തുടർന്നാൽ അടുത്ത മത്സരത്തോടെ രാഹുലിനെ മറികടന്ന് വൈഭവ് ഒന്നാമതെത്താൻ സാധ്യതയുണ്ട്. റൺസിനേക്കാൾ ഉപരി വൈഭവിനെ ശ്രദ്ധേയനാക്കുന്നത് താരത്തിന്റെ അമ്പരപ്പിക്കുന്ന സ്ട്രൈക്കിംഗ് റേറ്റ് ആണ്. 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ റൺ സ്കോർ ചെയ്യുന്ന വൈഭവ് വരും മത്സരങ്ങളിൽ ടീമിന് വലിയൊരു മുതൽക്കൂട്ടാകും. വിരാട് കോഹ്ലി, KL രാഹുൽ തുടങ്ങിയ മുതിർന്ന താരങ്ങൾക്കൊപ്പം വൈഭവിനെ പോലൊരു കൗമാരക്കാരൻ ഓറഞ്ച് ക്യാപ്പിനായി മത്സരിക്കുന്നത് IPLന്റെ മാറ്റുകൂട്ടുന്നു. സീസൺ അവസാനിക്കുമ്പോൾ ഈ പുരസ്കാരം ആര് നേടുമെന്നത് പ്രവചനാതീതമായി മാറിയിരിക്കുകയാണ്. ബാറ്റിംഗിലെ സാങ്കേതിക തികവിനേക്കാൾ ഉപരി തന്റെ പവർ ഹിറ്റിംഗിലൂടെ കാണികളെയും കായിക ലോകത്തെയും ഒരേപോലെ ആവശ്യത്തിലാഴ്ത്താൻ വൈഭവ് സൂര്യവംശിക്ക് സാധിക്കുന്നുണ്ട്. സൺറൈസേഴ്സിനെതിരെ നേടിയ ഈ സെഞ്ചുറി വൈഭവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നായി നിലനിൽക്കും. വരും മത്സരങ്ങളിൽ ഈ വെടിക്കെട്ട് തുടരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്.